കുറുപ്പേ, മീനാക്ഷിയുടെ ജാതകത്തിൽ ഒരു വല്ലാത്ത യോഗം തെളിഞ്ഞു വരുന്നുണ്ട്. എന്താ ജോത്സ്യരി, വല്ല ദോഷവോ ആണോ? പറയാം. അതിനു മുന്നേ മീനാക്ഷി ഇങ്ങോട്ട് വിളിക്കൂ. ഭവാനി, മീനാക്ഷി ഇങ്ങോട്ട് വിളിക്കൂ. അച്ഛാ വിളിച്ചോ? ആ വിളിച്ചു. ദേ, ജോത്സ്യന് നിന്നെ കാണണമെന്ന്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതിപ്പോ എന്തായി? കുട്ടിയുടെ കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് വലയം എനിക്ക് കാണാം. അതെന്റെ കൺമഷി പടർന്നതാ. മിണ്ടരുത്, കൺമഷി പോലും. ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ പറഞ്ഞു വെച്ച ചെറുക്കൻ എത്താത്തതിന്റെ ലക്ഷണമാ. ഈ കറുപ്പ് വൈകുന്തോറും ശരീരം മുഴുവൻ പടരും. ഇവിടുന്ന് കിട്ടിയമ്മേ ഇതുപോലൊരു മണ്ടനെ. മിണ്ടാതിരിയടി, അത്ഭുത കംക്ഷയാണേരി. ജോത്സ്യരെ, നിങ്ങൾ ബാക്കി പറഞ്ഞില്ല. ആ, ഇതൊരു മേഘയോഗമാണ്. ഇവിടെ കല്യാണം കഴിക്കേണ്ട ചെറുക്കൻ മേഘങ്ങൾക്കിടയിൽ വസിക്കുന്നവനായിരിക്കണം. കൂടാതെ അവന് രാജകീയ വാഹന യോഗവും വേണം. ഇത് തെറ്റിയാൽ കുറുപ്പേ, തന്റെ പുക ഇവിടെ പറക്കും. പുക പറക്കുമെന്നു ജോത്സ്യരെ തെളിച്ച് പറ. നിങ്ങൾ മടിയാവൂന്ന്. ഇത് തെറ്റിച്ച് ആരേലും ഇവളുടെ കഴുത്തി താലി കെട്ടിയ തണ്ടും. എന്റെ കിള്ളിക്കുറിച്ച് ഭഗവതി, എന്റെ ആയുസ് അവതാളത്തിലായല്ലോ. ഇതാരാ? എന്റെ സന്തോഷമോനോ? ആരാ കുറുപ്പേ ഇത്? നിങ്ങൾ മറന്നോ? എന്റെ പെങ്ങടെ മോനാ സന്തോഷ്. എത്ര കാലമായടാ നിന്നെ കണ്ടിട്ട്. ഓ, ഫുൾ ബിസി അല്ലേ അമ്മാവ? രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഊട്ടപ്പാച്ചിൽ തന്നെ. സോ ബിസി മാൻ. ആ, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. അടിപൊളി കാർ, രാജകീയ വാഹനം, മേഘങ്ങളിൽ വസിക്കുന്നവൻ. ഇവൻ പ്ലെയിനിലല്ലേ ഇങ്ങോട്ട് വന്നേ? മേഘങ്ങളെ തൊട്ടുരുമ്മി. എന്താടാ മോനെ അമ്മാവൻ നിന്നെ കുറിച്ച് ഓർക്കാനേ? കയ്യത്ത ദൂരത്ത് ഒരു സ്വർണ്ണക്കട്ടി ഉണ്ടായിട്ട്. അമ്മാവൻ എന്താ പിച്ചും പെയ്യൊക്കെ പറയുന്നേ? അതൊക്കെ പിന്നെ വിശദമായി പറയാം. നിന്റെ അച്ഛനും അമ്മയൊന്നും വന്നില്ലേടാ നിന്റെ കൂടെ? ഓ, അവർക്കൊന്നും നേരമില്ല അമ്മാവ. ഡാഡ് ഫുൾ ടൈം എയറില്ല. ഞാനും. പിന്നെ എത്ര നാളായി ഇവിടെ വരെയൊക്കെ വന്നിട്ട്. ഞാൻ ചെറുപ്പത്തിൽ പോയതല്ലേ. ഈ സ്ഥലത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. പണ്ടത്തെ പട്ടിക്കാട് തന്നെ. അമ്മാവ, വഴിയൊക്കെ വളരെ മോശമായിരുന്നു. ഇതിനേക്കാൾ നല്ല റോഡ് അല്ല, വഴി എന്റെ ബെഡ്റൂമിനുള്ളിലുണ്ട്. ഒരു നിമിഷം എന്റെ ഓടി കുതിരവണ്ടി ആയോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. ഓ, ഇതൊക്കെ ഗ്രാമമല്ലേ മോനെ, അത്രയും ഉണ്ടാവും. മോനെ, നിന്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ഓ, പകുതി സമയവും ഞാൻ ക്ലൗഡ്സിലാണ്. ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഷൂ ഷൂ. അല്ല, എന്റെ അമ്മായി എന്തേ? ഓ, കിച്ചണിലാവും. വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. കണ്ടോ ജോത്സ്യരെ, വിമാനത്തിൽ മേഘങ്ങൾക്കിടയിൽ നടക്കുന്നവൻ. എന്റെ മോൾക്ക് പറ്റിയ ആൾ. അമ്മായി. ഇതാര്? സന്തോഷ് മോനോ? നീ എന്തായിട്ട് ഒരു അറിയിപ്പും കൂടാതെ വന്നേ? പറഞ്ഞിട്ട് വന്നൂടായിരുന്നു മോനെ. മോന് ഇഷ്ടമുള്ള പരിപ്പ് കറി പഴഞ്ചോറും അമ്മായി റെഡിയാക്കി വെക്കില്ലായിരുന്നു? ഓ, അതിനെന്താ അമ്മായി, ഞാൻ 1 മന്ത് ഇവിടെ തന്നെ ഉണ്ടാവും അമ്മായി. അമ്മായി ഉണ്ടാക്കി തരുന്ന എല്ലാം കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മോനെ, വലിയ സന്തോഷം. ഭവാനി, മോനും മുകളിലത്തെ ആ റൂം തന്നെ തുറന്നു കൊടുക്ക്. അയ്യോ അമ്മാവ, ഞാനിവിടെ. അത് ശരിയാവില്ല. എനിക്ക് AC ഇല്ലാതെ ഒരു തരി ഉറക്കം വരില്ല. അങ്ങ് ദുബായിൽ എന്റെ തലക്ക് മുകളിൽ 3 AC വെച്ചാ ഞാൻ ഉറങ്ങുന്നേ. AC എടുത്ത് നിന്റെ തലയിൽ കമത്തി വെക്കൂ? അല്ല, എന്റെ റൂമിന്റെ മുകളിൽ എന്നാ ഉദ്ദേശിച്ചത്. പറഞ്ഞ പോലെ ആളെവിടെ? അമ്മേ, ഉച്ചക്കത്തെ കൂട്ടാന് അമ്മയുടെ വീട്ടിൽ നിന്ന് ചേമ്പിന്റെ താള് കറി തന്നു വിട്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇവൾ വളർന്നൊരു പെണ്ണായല്ലോ. ഏതാ അമ്മേ ഈ കാട്ടുമാക്കാൻ? മോളെ, നിനക്ക് മനസ്സിലായില്ലേ? ഇത് നിന്റെ സന്തോഷേട്ടനാ, നിന്റെ ആകെ കൂടെ ഉള്ള മുറച്ചെറുക്കൻ, അങ്ങ് ദുബായിലുള്ള. ആ, ഇനി ഇവൻ ഇവിടുത്തെ വലിയ പുള്ളിയാവാൻ പോവല്ലേ?
നിന്റെ കല്യാണം ഇവനുമായിട്ട് നടത്താൻ അച്ഛൻ തീരുമാനിച്ചു. അച്ഛാ, എനിക്കൊന്നും വേണ്ട ഈ കാട്ടുമാക്കാനെ. കാട്ടുമാക്കാൻ? വാട്ട് ഈസ് ദാറ്റ്? അത് സ്നേഹം കുടുംബം വിളിക്കുന്ന പേരാ മോനെ, പേടിക്കണ്ട. വിളിച്ചോളൂ, എത്ര വേണേലും വിളിച്ചോളൂ. അല്ല, ശേ അമ്മാവാ, ഞാൻ എന്തൊരു മണ്ടനാണ്. ആ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ മറക്കരുതായിരുന്നു. നാട്ടിൽ എനിക്കൊരു മുറപ്പെണ്ണുണ്ടെന്നും അവൾ എന്നെ കാത്തിരിക്കുകയായിരുന്നെന്നും. ബട്ട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു. ഞാൻ മറന്നില്ലേ, എന്റെ മുറപ്പെണ്ണിന്റെ പേര് ഞാൻ മറന്നില്ലേ? അമ്മായി, പ്ലീസ് ടെൽ മീ. കുട്ടിയുടെ പേരെന്താ? ഈ പേര് തന്നു കൊടുക്കും. എനിക്കൊന്ന് വയ്യ. മീനാക്ഷി. മീനാക്ഷി. സ്തുതി, മീനുക്കുട്ടി, സ്തുതി. മീനുക്കുട്ടി. ഇന്നു മുതൽ ഞാൻ നിന്റെ സ്തുതിയാണ്. തങ്കഭസ്മക്കൂരയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ദാസപ്പ, നീ ഇങ്ങനെ തെങ്ങിന്റെ മണ്ടയിൽ കയറി ഇരുന്നോ? എന്തുവാ പെണ്ണെ, എന്ത് രസമെന്നറിയോ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ. ദേ നോക്ക്, എനിക്ക് മേഘങ്ങളെ കൈ കൊണ്ട് തൊടാം. ആഹാ. ആ, അവിടെ തന്നെ ഇരുന്നോ. അച്ഛൻ അവിടെ മേഘത്തിൽ നടക്കുന്നവനെ നോക്കി നടക്കുകയാ. എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്രയും പെട്ടെന്നാവൂന്ന് വിചാരിച്ചില്ല. എന്ത് വട്ട്? നിന്റെ അച്ഛന് വട്ടാവുന്നേ. ദാസപ്പ, തമാശ പറയാനുള്ള സമയമല്ല ഇത്. ഏതൊരു സന്തോഷം വന്നിട്ടുണ്ട്. നമ്മുടെ പാൽമാക്രി സന്തോഷ്, നിനക്ക് ഓർമ്മയില്ല? അവന് എന്തോരം ഞാൻ എന്റെ കയ്യിലിട്ട് അമ്മാനെ മാടിയതാ. എന്റെ കൈ വാങ്ങി പോയതല്ലേ അവൻ. അവൻ തിരിച്ചു വന്നോ? എനിക്കും അറിയില്ല. എന്നെ അങ്ങനെ കൊണ്ട് കെട്ടിക്കാനാ പ്ലാൻ. വേറൊരു കിളവൻ അവിടെ കവടി നിരത്തി എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞത് കേട്ട് അച്ഛനും അതിന്റെ പിറകെയാ. പറ ദാസപ്പ, നമ്മുടെ പ്രേമം സഫലമാകില്ലേ? നീ പേടിക്കണ്ട, നമ്മുടെ പ്രേമത്തിന് ഒരു ചുക്കും സംഭവിക്കില്ല. തൽക്കാലം നമ്മുടെ ബന്ധം ആരും അറിയണ്ട. എവിടെ എത്തേണ്ടി? അവിടെ ഉമ്മറത്തിരുന്ന് വെടി പറയുന്നുണ്ട്. അമ്മാവാ, അവിടെയൊക്കെ ഫുൾ എസിയാ. പുറത്തിറങ്ങിയ കാർ, അകത്ത് കയറിയ മാൾ. ഷോ, ഇവിടെ വന്നപ്പോൾ ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഫാൻ ഒന്നും പോരാ, വിയർക്കുന്നു. അമ്മാവാ, അമ്മാവൻ എന്റെ കാർ കണ്ടോ? ഇവിടെ വന്നപ്പോ വാങ്ങിയതാ. പോകുമ്പോ വിറ്റിട്ട് പോവും. ഓ, ഭയങ്കര. ഇതാര് ദാസപ്പനോ? തേങ്ങയെല്ലാം വെട്ടിയിട്ടോടാ. ഓ, എല്ലാം ഇട്ടിട്ടുണ്ട്. മോനെ സന്തോഷേ, നിനക്ക് ദാസപ്പനെ മനസ്സിലായില്ലേ? 5ാം ക്ലാസ് വരെ നിങ്ങൾ ഒരു ബെഞ്ചിലിരുന്നല്ലേ പഠിച്ചത്? അങ്ങനെ അത്ര പെട്ടെന്ന് തന്നെ മറക്കാൻ പറ്റോ? അല്ലേ സന്തോഷേ? നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. എടാ തെങ്ങുകയറ്റക്കാരാ, നീ എന്തിനാ എന്റെ ഓഡിയോ നോക്കി വെള്ളം മറക്കുന്നേ? ഇതിന്റെ ടയറിന്റെ വില പോലും നിന്റെ ഈ പഴയ ബൈക്കിനില്ല. മീനുക്കുട്ടി, നിനക്ക് ഏതാ ഇഷ്ടം? കാറാണോ എന്റെ ഈ ബൈക്കാണോ? നിന്റെ ബൈക്ക് ചോദിക്കാനുണ്ടോ? കേട്ടല്ലോ, ഈ വണ്ടി ഓടാത്ത വഴി കേരളത്തിലില്ല. നിന്റെ ഈ വെള്ള മൊട്ടത്തോട് മഴ പെയ്ത ഈ പാടത്തെ വഴിയിലൂടെ ഓടോ? നീ എന്നെ വെല്ലുവിളിക്കാണോ? ദാസപ്പ, നീ കണ്ടോ എന്റെ മസിൽ? ദുബായിലെ ഗോൾഡ് ജിമ്മിൽ പോയി ഉരുട്ടി ഉണ്ടാക്കിയതാ. ഇതിനൊക്കെ എത്ര ചിലവാന്നറിയോ? ഇതൊക്കെ ജിമ്മ് കാണാത്ത നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മീനുട്ടി, നോക്കൂ, എന്റെ മസിൽ പൊങ്ങും താഴും. ചവിട്ടും. അധികം ഇളക്കിയാ എന്റെ കയ്യിൽ നിന്ന് ചവിട്ടും കിട്ടും. എടാ സന്തോഷേ, ഈ മസിലും വെച്ച് നീ എന്ത് ചെയ്യും? ആ കിടക്കുന്ന ലോറി ഒന്ന് തള്ളിക്കാണിക്കേ. ഇത് ലുക്കിനാണ് ബ്രോ. എടാ മോനെ, ഈ കാണുന്ന മസിൽ വെച്ച് നീ ഒരു തെങ്ങിന്റെ പകുതി വരെ കയറിയാ എന്റെ തളപ്പ് ഞാൻ ഇന്നിവിടെ ഉപേക്ഷിക്കും. നിന്റേത് എയർ അടിച്ച മസിലാണെങ്കിൽ
എന്റേത് ഈ തെങ്ങിൽ അടിച്ചുണ്ടായ മനസ്സിലായോ? ഏ അമ്മാവ, ആ എന്തോ വിളിച്ചോ? ദാ വരുന്നു. നിന്റെ മുറച്ചെറുക്കൻ അടിപൊളിയാ, നിനക്ക് ചേരും. ദാസപ്പ വേണ്ടാത്തത് പറയാൻ നിൽക്കാതെ ഞാൻ പോണു. ഞാനിനി ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോകാൻ ഒരുത്തം വന്നിറങ്ങിയാ ഞാൻ റെഡിയായിരിക്കണ്ടേ? നീ സന്തോഷം സംസാരിക്കാൻ വിളിച്ച നീ പൊക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാ പരിചയപ്പെടുന്നേ. എനിക്കൊന്നും പറ്റില്ല. കണ്ടാ തന്നെ ഒന്ന് കൊടുക്കാൻ തോന്നും. അവന്റെ കൂളിംഗ് ഗ്ലാസും അവന്റെ ചിരി. ഡീ, എന്റെ ആയുസ് അവന്റെ കയ്യിലാടി. മര്യാദക്ക് പറഞ്ഞത് മനസ്സിലാക്കിക്കൊള്ളണം. അമ്മാവോ, ഞാൻ വന്നു. മോൻ വന്നോ? ഭവാനി 3 ചായ എടുക്ക്. ഓ വേണ്ട അമ്മാവാ, ഞാൻ വരുന്ന വഴിക്ക് ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. മീനു, നമുക്കൊരു വോക്കിന് പോയാലോ? ചെല്ലു മോളെ, നാണിക്കാതെ. മീനുക്കുട്ടി, ദിസ് വെദർ ഇസ് സോ നാശം പിടിച്ചത്. ഇൻ ദുബായ് വി ഹാവ് ആർട്ടിഫിഷ്യൽ റെയിൻ ആൻഡ് ബുർജ് ഖലീഫ. ഡു യു നോ ബുർജ് ഖലീഫ? അതെന്താണ് സന്തോഷേ, വല്ല പുതിയനം തെങ്ങാണോ? എത്ര കൊല തേങ്ങ ഉണ്ടാകും അതിൽ? ഇറ്റ്സ് എ ബിൽഡിംഗ്. ബിൽഡിങ്ങോ? അതിന്റെ മുകളിൽ കയറിയാൽ കരിക്കിടാൻ പറ്റുമോ ഇതുപോലെ? എന്റെ ബ്രാൻഡഡ് ഷൂ, യു ലോക്കൽ ഫെല്ലോ. മീനാക്ഷി, കുറെ ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഹായ്. വന്ന് കയറിയത് ആ ഫ്ലോ അങ്ങോട്ട് പോയി. അത് പിന്നെ അയ്യോ, എന്നെ തിന്നുന്നേ, നീ തിന്നുന്നേ, ഇവനെ കൊണ്ട് തോറ്റല്ലോ. സന്തോഷേ, അതിന് നിന്റെ ഷർട്ട് കണ്ടപ്പോ പ്ലാവിലെയാണെന്ന് തോന്നിക്കാണും. പാവം, നീ ആ കൊമ്പിൽ പിടിച്ച് ഒരു ഹലോ പറയടാ. അത് ഫ്രണ്ട്ലിയാടാ. ഓടെ പോട്ടി. എന്റെ ദാസപ്പ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും. എനിക്ക് മതിയായി. ഓഹോ, ഇങ്ങ് വാ, ഞാനെടുത്തോളാം. വേണ്ടാട്ടോ. ഞാൻ നേരെ പറഞ്ഞതാ, ഇങ്ങ് വാടി. നിന്നെ കയ്യെ കിട്ടിയിട്ട് എത്ര നാളായി. ഇത് പബ്ലിക് പ്ലേസാ, ആരെങ്കിലും കണ്ട. ഓ പിന്നെ കണ്ട എന്താ, എന്റെ പെണ്ണാന്ന് ഞാനങ്ങ് പറയും. മീനക്കുട്ടി, ഒന്ന് ചിരിക്കൂ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ രണ്ടുപേരും ഒരു പാരീസ് കപ്പിൾ പോലെ തോന്നും. ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ക്യാമറ. സന്തോഷേ, ഇത് പാരീസ് ഒന്നും അല്ല. ചുറ്റും തെങ്ങും കവുങ്ങുമാ. പിന്നെ ആ കുളത്തിൽ നിറയെ പോളയും. നിനക്ക് കണ്ണു കണ്ടൂടെ? ഓ, ഈ മീനാക്ഷിക്ക് ഒന്നും അറിയില്ല. പോസ്റ്റ് ചെയ്തേ. ഫോട്ടോ എടുക്കുമ്പോ ആ വയറൊന്ന് അകത്തേക്ക് പിടിച്ചോ സന്തോഷേ. നീ എവിടുന്ന് വന്നു മര ബോധമേ? നീ എന്നാ വവ്വാലിനെ പോലെ തൂങ്ങിക്കിടക്കുന്നേ? ഞാൻ മേഘങ്ങൾക്കിടയിൽ വസിക്കുന്നവനല്ലേ. ഡാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഊരി വെക്ക്. വെയിലത്ത് കണ്ണു കാണാതെ കുളത്തിൽ വീണ നിന്റെ പാരീസിലൊക്കെ പാവക്ക പോലെ ആവും. ഓ, ഇവൾക്ക് അവനെ കാണുമ്പോ എന്തൊരു കിണിയാ. എന്നെ കണ്ടു ഒന്ന് ചിരിച്ചാലെന്താ? ശരിയാക്കി തരാം. എന്റെ ധൈര്യം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. മീനുക്കുട്ടി, ഇവനെ പോലെയുള്ള ലോക്കൽ ആൾക്കാരെയൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാടിനടുത്തേക്ക് പോവാം. യു നോ, ചെറുപ്പം തൊട്ടേ ഐ ആം എ നേച്ചർ ലവർ. അയ്യോ, അനാക്കൊണ്ട. മീനാക്ഷി, എന്നെ രക്ഷിക്കൂ. വിടടാ, എന്നെ തൊട്ടാലുണ്ടല്ലോ. പേടിച്ചിട്ടാ മോളൂ. ദുബായിൽ പാമ്പുകളൊക്കെ ഗ്ലാസിനുള്ളിലാ. ഇതിനെ ഇവിടെ ആരാ തുറന്നു വിട്ടെ? പൊട്ടൻ സായിപ്പേ, ഇത് പാവം പച്ചില പാമ്പാ. നീ പൂശിയ ഈ സെന്നിന്റെ മണം കേട്ട് അത് തല കിറിഞ്ഞു നിൽക്കുക. ഇതിനെയാണോ നീ പേടിക്കണേ? സന്തോഷം, ഇത്രേ ഉള്ളൂ. നീയാണോ ഇവിടെ നിന്ന് ഇത്ര വലിയ തങ്കൊക്കെ അടിച്ചു വിട്ടത്? അത് പിന്നെ മീനാക്ഷി, എനിക്കൊന്നിനെയും പേടിയില്ല. പെട്ടെന്ന് കണ്ടപ്പോ ഉരുളണ്ട, ഇന്നത്തെ കോട്ട കഴിഞ്ഞു.
ദാ കുടിക്ക്. സന്തോഷ്, നിനക്ക് വേണോ കരിക്ക്? അതോ ദുബായിലെ പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം മാത്രമേ കുടിക്കൂ? ഓ, കുടിക്കാനും തോന്നുന്നില്ല, ബട്ട് ദാഹിക്കുന്നു. ശരി, ഒന്ന് തന്നേക്ക്. ബട്ട് ഈസ് ഇറ്റ് ഹൈജീനിക്? പിന്നല്ലാതെ. ഈ കരിക്കേ മേഘത്തിൽ നിന്ന് നേരിട്ട് തറച്ചതാ. നീ കുടിച്ചു. എന്താണ് എന്റെ മേലേക്ക് വെള്ളം തെറിപ്പിക്കുന്നേ? അയ്യോ സോറി, ഞാൻ കണ്ടില്ല. നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ. മീനാക്ഷി, ഇങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടരുത്. സന്തോഷേ, ദാസപ്പന് പാമ്പിനെ പേടിയില്ല, ചെളിയെ പേടിയില്ല. നിനക്കോ? നീ ചിന്തിച്ചു നോക്ക്. അച്ചോഴ, പോട്ടെ, സാരമില്ല. അമ്മാവാ, എനിക്ക് വല്ലാത്ത ബോറടി. ഞാൻ സിറ്റിയിലെ ഒരു മാളിൽ പോകാൻ പ്ലാൻ ഇടുക. മീനുകുട്ടിയും കൂട്ടി പോവാന്നാ വിചാരിക്കുന്നേ. അതിനെന്താ മോനി? ഭവാനി, അവളോട് റെഡിയായി വരാൻ പറ. മോൻ വെയിറ്റ് ചെയ്യുന്നു. ആ ഐശ്വര്യം നോക്ക്, എന്റെ ആയുസം പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ ചക്കര. ഞാൻ പോകില്ല പോകില്ല പോകില്ല. നീ പറയുന്നത് കേട്ടോ, അച്ഛൻ കേൾക്കണ്ട. ആ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് വയ്യ. നീ സാമദ്രോഹി, എന്റെ പുക കണ്ടേ നീ അടങ്ങും. മര്യാദക്ക് പോക്കോ. അച്ഛൻ. മീനുകുട്ടി, ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് ബ്രാൻഡ്സ്. ദുബായ് മാളിന്റെ അത്രയും വരില്ലെങ്കിലും കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കാം. പണം ഞാൻ നോക്കില്ല. ഈ പണ്ടാര പ്രാവ്, ഇത് ഡ്രസ്സിൽ കാഷ്ടിക്കാതെ എപ്പോഴും നാശമില്ല. ഇതെന്താ ലെറ്ററോ? ചേട്ടൻ ഇന്ന് പ്രേമത്തിന്റെ നിറമായ ചുവപ്പ് ഷർട്ടും നീല ഷർട്ട് ഉള്ളിലും ഇട്ട് നീലയും പച്ചയും കളറുള്ള തോർത്ത് കഴുത്തിലും കെട്ടി മുടി എർത്തടിച്ച പോലെ പൊക്കി വെച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് വരാമോ? ഇതാരാ? എനിക്ക് ചേട്ടനെ അങ്ങനെ കാണണം. ഐ ലവ് യു. കൊച്ചു ഗള്ളി, എന്നോട് പറയാൻ നാണമായിട്ട് പ്രാവിന്റെ ചന്തിയിൽ ഒട്ടിച്ച് വെച്ച് തന്നിരിക്കുന്നു ഈ പെണ്ണു. മോളൂസേ, ചേട്ടൻ ഇപ്പൊ വരാട്ടോ. ഇതെന്തുവാടി, ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷോ? യോ, നിനക്ക് ഞങ്ങൾക്കിടയിലെ അന്തർധാര എന്താണെന്ന് അറിയാമോ? നീ ഞങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുവാണല്ലോ തെണ്ടി. ഓ, ഞാനെന്നാ നിന്നെ അനുവാദം വാങ്ങിയിട്ട് വരാം. ഓടാപ്പാ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് us. ലീവ് മീ അലോൺ. വരൂ മീനുകുട്ടി, നമുക്ക് വല്ലതും വിഴുങ്ങാം. കഴിക്കാം. ഹേയ് വെയിറ്റർ, എനിക്കൊരു സീസർ സാലഡ്. ഹേയ് മീനുകുട്ടി, ലുക്ക്, ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. ലുക്ക്, ഗ്രീൻ ലീവ്സ് ആൻഡ് ഓലിവ്സ്. എനിക്ക് ഇതൊന്നും തിന്ന ശീലമില്ല, എനിക്ക് വേണ്ട. പച്ചില തിന്നാൻ നീ എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത്? നമ്മുടെ പറമ്പില് ആട് തിന്നുന്ന സാധനമല്ലേ ഇത്. ഇത് കഴിക്കേ. ഞാൻ ഇവിടെ മോട്ടർ നന്നാക്കാൻ വന്നതാ. ഇത് അമ്മായി ഉണ്ടാക്കിയതാണോ? അതെ. ഈ സാലഡ് കഴിച്ചാ നീ പാതി വഴി തളർന്നു വീഴും. അത് അവൻ തന്നെ തിന്നോട്ടെ. വെയിറ്റ്, മാളിലിങ്ങനെ ഡീസന്റ് പറഞ്ഞ ഫുഡിന്റെ മണം പാടില്ല. മണമില്ലാത്ത ഫുഡാണോടാ ഡീസന്റ്? ഇത് ചെറുക്ക, പച്ചില തിന്ന് നീ വെറും ഇലയാകരുത്. മീനു, നീ കഴിക്കേ. അവര് വേണേ പച്ചില തിന്നട്ടെ. ആ ഒലിവ് ഓയിൽ പിഴിഞ്ഞ് തലയിൽ ഒഴിക്കും, മുടിയും വളരും. എങ്ങനെയുണ്ട്? ഒരു വെടിക്ക് 2 പക്ഷി. നീ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? നിന്റെ ഒപ്പം നടക്കാനല്ല, പിന്നാലെ നടക്കാനാ എനിക്കിഷ്ടം. ഈ റോഡ് നിന്റെ അപ്പന്റെ വകയാണോടാ അലവലാതി? എന്നാ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും മിസ്റ്റർ. മീനുകുട്ടി, you are very beautiful. You are my Mia Khalifa. Sorry, Burj Khalifa. My love for you is a Burj Khalifa. Very, very strong. Yes, and you are my dog. Dogo? ഡോഗല്ല. നാക്കുളുക്കാൻ കണ്ട നേരം. ഗോഡ്, നീ ഒരു ദേവതയി. എന്തോ ആടേ. എനിക്ക് വിശക്കുന്നു മീനുകുട്ടി. ഇപ്പോഴല്ലേടാ നീ പച്ചില മുഴുവൻ വാരി തിന്നത്? യു ബ്ലഡി. നിന്നോടാണോ ഞാൻ പറഞ്ഞേ? വാ സന്തോഷേ, ദേ പബ്ബച്ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. നീ എന്തിനാ പറയുന്നേ? എനിക്കും വിശക്കുന്നുണ്ട്. മീനുകുട്ടി, നമുക്ക് വേറെ ഹോട്ടലിൽ പോകാം.
തോന്നുന്ന ഹോട്ടലിൽ കയറി ഇറങ്ങാൻ ഇത് നിന്റെ ദുബായി അല്ല. ഇങ്ങോട്ട് വാചക്കാം. ഹേയ് യു ബ്ലഡി ഗ്രാമവാസി, ഇതെന്താ തിന്റെ നിലയിൽ വെള്ളം കുത്തി ഒഴിക്കുന്നു? ടിഷ്യൂ പേപ്പർ എടുത്ത ഭാഗ്യം തുടച്ചു കളയാം. ഇത് എന്തുവാടാ? ഇലയ്ക്ക് വല്ല പനിയുണ്ടോ തിരിച്ചും മറിച്ചും കിടത്തി തുടക്കാൻ? നിനക്ക് എന്തറിയാം ഈ ഇലയിൽ എത്രയൊക്കെ അണുക്കൾ ഉണ്ടാവുമെന്നറിയോ? മോനെ, ഞങ്ങൾ വൃത്തിയോടെ തുടച്ചിട്ട് ഇതൊക്കെ കൊടുക്കാറുള്ളൂ. പാപ്പുവേട്ടൻ മിണ്ടാതിരി. ഡാ സന്തോഷേ, കീണാപ്പ, ഈ ഇല ഇന്ന് രാവിലെ വെട്ടിയതാ. നിന്റെ വായിന്ന് വരുന്ന അണുക്കളുടെ അത്രയും എന്തായാലും ആ വാഴയില ഉണ്ടാവില്ല. ആ ടിഷ്യൂ മാറ്റി വെച്ചിട്ട് ആ കൈ കൊണ്ടങ്ങ് കഴിക്കേ. കൈ കൊണ്ട് കഴിക്കുന്ന രുചിയൊന്നും വേറെ തന്നെയാ. നീയും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ തിന്നിരുന്നവനല്ലേ? അത് പണ്ട്, ഇപ്പോഴല്ല. എന്റെ നഖത്തില് മഞ്ഞൾ പറ്റും. ഐ ഹേറ്റ് ഇറ്റ്. ഇടാ, നഖത്തില് മഞ്ഞൾ പറ്റുന്നത് ആണുങ്ങളുടെ ഐശ്വര്യമാ. നീ പോയി വല്ല ഐസ്ക്രീം വാങ്ങി തിന്നി. ഇതൊക്കെ ഞങ്ങളുടെ ടീമിന് വിട്ടേക്ക്. മീനുകുട്ടി, ലവ് ഇസ് ലൈക്ക് ദിസ് പൊറോട്ട, സോഫ്റ്റ് ആൻഡ് സോ ടേസ്റ്റി. സന്തോഷേ, ഒന്ന് നിർത്ത്. പൊറോട്ടയുടെ കൂടെ ബീഫ് കറിയും കൂടെ ഉണ്ടെങ്കിലേ കംപ്ലീറ്റ് ആവും. നീ പച്ചപ്പൊറോട്ട മാത്രം കൊടുത്താ മീനാക്ഷിക്ക് വിശപ്പ് മാറില്ല. നോ, ഐ ഡോണ്ട് ലൈക്ക് മീറ്റ്. ഐ ഓൺലി ഈറ്റ് ലീവ്സ്, ബനാന ആൻഡ് മിൽക്ക്. നീ ആരെ തത്തമ്മയാ? പാലും പഴവും തിന്ന് നടക്കാം. നീ എന്തിനാണ് എല്ലായിടത്തും വരുന്നത്? ഐ ഹേറ്റ് യു. ഓ, ഹേറ്റ് ഒന്നും ചെയ്ത് നടക്കാൻ എനിക്ക് ടൈം ഇല്ലടാ സന്തോഷേ. എനിക്ക് തേങ്ങ വെട്ടാൻ പോണം. നോട്ടേ സായിപ്പേ. അമ്മാവാ, മീനാക്ഷി എവിടെ? അവൾ കുറച്ചു മുന്നേ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതേ ഉള്ളു മോനെ. മോനിരിക്കി. വേണ്ട മാവാ, ഞാൻ നോക്കിട്ട് വരാം. ഏതൊക്കെ ഫുഡ് കഴിച്ചാലും നിന്റെ ഈ കുമ്പിളിലെ ഈ കഞ്ഞിയുടെയും കാന്താരിയുടെയും ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാ. എന്നാ ഞാനിന്ന് വീട്ടിൽ പോകുമ്പോ കൂടെ പോന്നേരി. എല്ലാ ദിവസവും തിന്നാലോ. അയ്യടാ, നല്ല പൂതിയാണല്ലോ. ദാസപ്പ, നിനക്ക് എനിക്ക് ശരിക്കും ഇഷ്ടമാണോ? അതോ ആ സന്തോഷിനെ തോൽപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണോ? ഓഹോ, അപ്പൊ നീ എന്റെ പ്രേമത്തെ അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ? അവന് നീ ഒരു സ്റ്റാറ്റസ് മാത്രമാണ് മീനാക്ഷി. ദുബായിലെ ബുർജ് ഖലീഫ കാണിക്കുന്നത് പോലെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു പെണ്ണ്. അപ്പൊ നിനക്ക് ഞാനാരാ? എനിക്ക് നീ എന്റെ തെങ്ങില് ഈ ചവിട്ടാൻ ഉപയോഗിക്കുന്ന തളപ്പാണ്. നീ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റൂ. എന്നെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് നിന്റെ ഈ ചിരിയാണ്. നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇമ്മാതിരി ഡയലോഗൊക്കെ? ദാസപ്പ, വീട് ആരെങ്കിലും കാണും. കാണട്ടെ മീനു, നീ എന്റെ അല്ലേ? നിന്റെ അച്ഛൻ എത്ര ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചാലും നീ ആ കോന്തൻ സന്തോഷിന്റെ കൂടെ പോവരുത്. അവന്റെ കൂടെ പോയാ നിന്റെ കൈകൾക്ക് എപ്പോഴും പെർഫ്യൂമിന്റെ മണമായിരിക്കും. പക്ഷെ എന്റെ കൂടെ നിന്ന നിന്റെ ജീവിതത്തിന് എന്റെ വിയർപ്പിന്റെ മണമുണ്ടാകും. മണ്ണിന്റെ മണവും പ്രണയത്തിന്റെ മണവും ഉണ്ടാകും മീനു. അവൻ കുറെയായി നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നു. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്നാണ് അവൻ എന്റെ കൈക്ക് പണി ഉണ്ടാക്കുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിന് അവനെ ഞാൻ മൈൻഡ് ചെയ്തിട്ട് വേണ്ടേ? എനിക്ക് ഈ തെങ്ങ് കയറ്റക്കാരൻ ദാസപ്പനെ മതിയേ. ഇതുകൂടി കഴിക്കുമുട്ടേ. ഓഹോ, അപ്പോ ഇങ്ങനെ ചില കളികളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലേ? ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദാറ്റ്. വൺ പ്ലാവില, ടു പീപ്പിൾ. വാട്ട് എ ദാരിദ്ര്യം പിടിച്ച റൊമാൻസ്. എന്റെ കൂടെ വന്നിരുന്നേ നിന്നെ ചിക്കൻ പിസയും മോമോസും തീറ്റിച്ചേനെ. സോ ബാഡ്. ഇവൻ എന്റെ മീനിക്കുട്ടിയെ ഹൈജീൻ ഇല്ലാത്ത കഞ്ഞി കുടിപ്പിച്ച് കൊല്ലുമല്ലോ. എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കുറുപ്പേട്ടനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. അമ്മാവാ, അമ്മാവാ, ഇറ്റ്സ് എ ബിഗ് ഡിസാസ്റ്റർ. നിങ്ങളുടെ മകൾ ഔട്ട് ഓഫ് കൺട്രോൾ. എന്താ മോനെ, എന്തു പറ്റി? ഐ സോ ഇറ്റ്. ഞാൻ കണ്ടുള്ളൂ. ആ ദാസപ്പൻ, ഹീസ് ഗോയിങ് ഫീഡിങ്, കഞ്ഞി ഫീഡിങ്. എന്ത് ഫീഡിങ്ങോ? നീ എന്തായി പറയുന്നത്? അതെ അമ്മാവ, ദാസപ്പൻ ആൻഡ് മീനാക്ഷി സിറ്റിംഗ് അണ്ടർ എ ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് ഈറ്റിംഗ് ലിക്വിഡ് റൈസ്. അവൾ ഇതിന് കഞ്ഞി കോരി കുടിച്ചതിനാണോടാ നീ കിടന്ന് അലറുന്നേ? നോ മാവ, കന്നി ഈസ് നോട്ട് ദ പ്രോബ്ലം. ദ പ്രോബ്ലം ഈസ് അവൻ ട്രാപ്പ് ചെയ്യുവാണ് മീനാക്ഷിയെ. മീനാക്ഷിയും ദാസപ്പനും തമ്മിൽ പ്രേമമാണ് മാവ. ദ തെങ്ങുകയറ്റക്കാരൻ ഈസ് എ ഡേഞ്ചറസ് ബോയ്. എന്താ പ്രേമമോ? അതും അവനെ? അവളിങ്ങ് വരട്ടെ, ശരിയാക്കുന്നുണ്ട് ഞാൻ.
എന്റെ ആയുസ് എടുത്ത് അമ്മാനമാടിക്കൊണ്ട അവളുടെ ഒടുക്കത്തെ ഒരു പ്രേമം. മീനാക്ഷി, നീ ആ തെങ്ങ് കയറ്റക്കാരൻ ദാസപ്പന്റെ കൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? അച്ഛൻ അറിഞ്ഞതെല്ലാം സത്യമാണ്. ഞാനും ദാസപ്പനും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്തു പറഞ്ഞടി അസത്തെ? അച്ഛൻ ദാസപ്പൻ പാവമാണ്, കഠിനാധ്വാനിയാണ്. പാവമായാൽ മതിയോടി. ഒരു തെങ്ങ് കയറുന്നവനാണോ എന്റെ മോളെ കെട്ടാൻ പോകുന്നേ? നിനക്ക് വേണ്ടി ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് ഈ സന്തോഷിനെയാണ്. അവൻ ദുബായിൽ ഒരു വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ദാസപ്പൻ ഒരു മാസം ഉണ്ടാക്കുന്ന കാശ് ദേ ഇവൻ ഒരു ദിവസം കൊണ്ടുണ്ടാക്കും. അതേ മോളെ, നിന്റെ അച്ഛൻ പറയുന്നത് കേൾക്ക്. ആകാശത്ത് കയറിയിരിക്കുന്ന ദാസപ്പനെ അല്ല, ആകാശത്ത് വിമാനത്തിൽ പറക്കുന്ന സന്തോഷിനെയാണ് നമുക്ക് വേണ്ടത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിൽക്ക്. നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടായോടാ എന്റെ മോളെ പ്രേമിക്കാൻ? നീ ഒരു തെങ്ങ് കയറ്റക്കാരനാണ്. നിന്റെ സ്ഥലം ആ തെങ്ങിന്റെ മുകളിലാണ്, എന്റെ മോളുടെ ഹൃദയത്തിലല്ല. മനസ്സിലായോ? നിനക്ക് എത്ര കിട്ടും ഒരു തെങ്ങ് കയറിയ? അത് കൂട്ടിവെച്ചാ ഒരു സൈക്കിൾ വാങ്ങാൻ പോലും തികയില്ല. എന്റെ മോളെ നോക്കാൻ നിനക്ക് കഴിയോടാ? കുറുപ്പേട്ടാ, ഞാൻ അധ്വാനിക്കുന്ന ഒരുത്തനാണ്. ഈ മണ്ണിൽ ഞാൻ വിയർപ്പൊഴുക്കുന്നുണ്ട്. സന്തോഷിന്റെ കയ്യിൽ പണമുണ്ടാകാം, പക്ഷെ മീനാക്ഷി സ്നേഹിക്കുന്നത് ആ പണത്തെ അല്ല, അവളെ സ്നേഹിക്കുന്ന ഈ മനസ്സാണ്. മനസ്സുകൊണ്ട് വിശപ്പടക്കാൻ പറ്റില്ലടാ. ഇനി മേലെ അവളെ കാണാൻ നീ ഈ വഴി വന്നേക്കരുത്. വന്നാ നിന്റെ ഈ പഴയ ബൈക്കിനെ തോട്ടിലെറിയും. മീനു, മീനു. ദാസപ്പ, നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ? നിന്നെ കാണാതെ എങ്ങനാ പെണ്ണെ? നമ്മുടെ ബന്ധം അച്ഛൻ അറിഞ്ഞു. ഒത്തിരി വഴക്ക് പറഞ്ഞു എന്നെ. അങ്ങേരെന്നെ വഴി തടഞ്ഞു നിർത്തി കുറെ ഭീഷണിപ്പെടുത്തി. ദാസപ്പ, അച്ഛൻ നമ്മളെ ഒന്നാകാൻ സമ്മതിക്കില്ല. സന്തോഷമായുള്ള വിവാഹം ഉറപ്പിക്കാൻ പോവുകയാ. മീനൊന്ന് പേടിക്കണ്ട. നിന്റെ അച്ഛൻ കാണുന്നത് സന്തോഷിന്റെ ദുബായിലെ തിളക്കമാണ്. പക്ഷെ അയാളുടെ മുന്നിൽ ഞാൻ എന്റെ യോഗ്യത തെളിയിക്കും. അതിനായി ഒരു വലിയ അവസരം വരുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചോട്ടെ. ഈ ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ഏത് ഇരവിഴുങ്ങിപ്പുഴ? ഈ കിള്ളിക്കുറിച്ചിപ്പുഴ അറബിക്കടലിനുള്ളതാണ്. ഈ മീനാക്ഷി ഈ ദാസപ്പനുള്ളതാ. ആരെങ്കിലും നിന്നെ കൊണ്ടുപോണേ ആദ്യം ഈ എന്നെ താണ്ടണം. മോളെ, നീ ഇങ്ങനെ ഭക്ഷണത്തോട് വാശി പിടിച്ച എന്തെങ്കിലും നടക്കോ? ഇത് കഴിക്ക്. വേണ്ട, എന്റെ ബന്ധം അംഗീകരിക്കാത്ത ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം ഞാൻ കുടിക്കില്ല. മോളെ, പ്രേമിക്കാൻ ദാസപ്പനെ പോലെയുള്ളവർ നല്ലതാ, പക്ഷെ ജീവിക്കണമെങ്കിൽ കാശ് വേണം. സന്തോഷം നിന്നെ ദുബായിലേക്ക് കൊണ്ടുപോകും. അവിടെ നിനക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാം. ഇവിടെ ദാസപ്പനെ കിട്ടിയ നീ അവന്റെ കൂടെ കരിക്ക് വെട്ടാൻ പോകുമോ? പറ മോളെ, പറ. അമ്മേ, എനിക്ക് ദുബായിലെ AC മുറിയേക്കാൾ ഇഷ്ടം ദാസപ്പന്റെ ബൈക്കിന് പിന്നിലിരുന്ന് ഈ നാട്ടിലെ കാറ്റ് കൊള്ളുന്നതാ. അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അച്ഛന്റെ ആയുസും നിന്റെ കയ്യിലാണെന്ന് ഓർമ്മ വേണം. കേട്ടോടാ പപ്പുവേ, ഇവിടെ ചിലർക്കൊക്കെ എത്താത്ത തെങ്ങിൽ കയ്യെത്തി പിടിക്കാനാ ഇഷ്ടം. എന്താ ദാസപ്പ, ഒരു ദിവസം 10 തെങ്ങ് കയറിയ നിനക്ക് എത്ര കിട്ടും? 500ഓ 1000മോ? ദേ ഈ നിൽക്കുന്ന എന്റെ മരുമകൻ ഒരു ദിവസം കൊണ്ട് ഇതിന്റെ 100 ഇരട്ടി ഉണ്ടാക്കുന്നവനാ. ഇവൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കാൻ പറ്റും. നിനക്ക് എന്തു പറ്റും? കുറുപ്പേട്ട, കാശ് കൊണ്ട് സന്തോഷിന് മീനാക്ഷിയെ പൊന്നിട്ട് മൂടാൻ പറ്റും. ബട്ട് ഒരാപത്ത് വന്നാ അവളെ തള്ളിയിട്ടിട്ട് ഇവൻ ആദ്യം ഓടും. ഉറപ്പാ. അങ്ങനെ ഒരുത്തനെയാണോ നിങ്ങൾ മകൾക്ക് വേണ്ടി ആലോചിക്കുന്നേ? ഏയ് ലോക്കൽ മാൻ, ലുക്ക് അറ്റ് മീ. എന്റെ സ്റ്റാറ്റസും നിന്റെ സ്റ്റാറ്റസും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സന്തോഷേ, ആ വ്യത്യാസം തന്നെയാണ് എന്റെ കരുത്തും. നിന്റെ കരുത്ത് പണത്തിന്മേലാണെങ്കിൽ എന്റെ കരുത്ത് ഇതേ ഈ കൈകളിലാടാ. മുട്ടി നോക്കുന്നോ? വാചകം വഴി നിർത്തടാ. പണമില്ലാത്തവന്റെ സ്നേഹം വെറും പാഴ. എല്ലാത്തിനെയും പണം കൊണ്ട് അളക്കരുത് കുറുപ്പേട്ട. എല്ലാത്തിനും മേലെയാണ് സ്നേഹം. ദാസപ്പ, നീ വെറുതെ സ്വപ്നം കാണുക. സ്വപ്നമല്ലട സന്തോഷേ, ഇത് ദാസപ്പന്റെ വെല്ലുവിളിയാ. മീനാക്ഷി എന്റെ കൂടെ തന്നെ വരും, നോക്കിക്കോ. ഓ, അവന്റെ ഒരു വാചകമടി. സന്തോഷേ, നീ പേടിക്കണ്ട. അവൻ വെറും തെങ്ങുകയറ്റക്കാരനാ. നിന്റെ കല്യാണം ഞാൻ മീനാക്ഷിയായി നടത്തും. അവൻ നോക്കി നിന്ന് വെള്ളം ഇറക്കും. കൂൾസമാവാ, ആ ലൂസറെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇടം മണ്ടൻ കൂണാപ്പാ, താൻ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? ഞാൻ എന്തു ചെയ്തു? ജോത്സ്യൻ പറഞ്ഞതിൽ നിന്ന് ആളിവിടെ മാറിയിട്ടില്ല ഞാൻ. നിങ്ങൾ പറഞ്ഞ എല്ലാ യോഗ്യതയുള്ള ഒരുത്തനാ സന്തോഷ്. എടോ, ഈ പറഞ്ഞ യോഗ്യതകൾ ദാസപ്പനുണ്ട്. അതുകൊണ്ട് ഇതിലേതാ തനിക്ക് ഉത്തമൻ എന്നറിയാതെ അബദ്ധം കാണിക്കരുത്.
ദാസപ്പന്റെ വാഹനം ചെറുതായിരിക്കാം, പക്ഷെ രാജയോഗം കണക്കാക്കുന്നത് അതിന്റെ വലിപ്പം നോക്കിയല്ല. ഞാൻ എന്തായാലും നാളെ വീട്ടിലേക്ക് വരാം. ഗണിച്ച് കുണിച്ച് ബാക്കി അവിടെ പറയാം. പക്ഷെ അവിടെ സന്തോഷവും ദാസപ്പനും വേണം, മനസ്സിലായോ? അവരെയൊന്നും എന്റെ വീട്ടിൽ ഞാൻ കേട്ടില്ല. എന്നാ വേണ്ട, ഞാനിത് ഇവിടെ വെച്ച് അങ്ങ് നിർത്താം. നിങ്ങൾ ചത്തോ? അയ്യോ ജോത്സ്യരി, ഞാൻ എന്ത് വേണേലും ചെയ്യാം, എനിക്ക് ചാവണ്ട. നാളെ ആവട്ടെ. കുറുപ്പേ, നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഒരാൾക്ക് പണമുണ്ട്, മറ്റേയാൾക്ക് കരുത്തുണ്ട്. പക്ഷെ ഇതിൽ ആരാണ് നിങ്ങളുടെ രക്ഷകൻ എന്നറിയണമെങ്കിൽ വരാൻ പോകുന്ന ഭർത്താവ് ഈ വീട്ടിൽ 7 ദിവസം താമസിക്കണം. ആ 7 ദിവസം കൊണ്ട് ഞാൻ ഇവരെ നിരീക്ഷിക്കും. ഞാൻ ഇവർക്ക് ടാസ്കുകൾ നൽകും. ആരാണോ ഉത്തമൻ അയാൾ മീനാക്ഷിയെ കെട്ടും. ഇതെന്താ ബിഗ് ബോസ് ഹൗസോ? ബട്ട് എനിക്ക് ടെൻഷനില്ല. എന്റെ പേഴ്സണാലിറ്റി കണ്ട ജോൽസിന് എന്നെ തിരഞ്ഞെടുക്കൂ, അതെനിക്ക് അറിയാം. എനിക്കും സമ്മതമാണ് 100 വട്ടം. അമ്മാവ, എനിക്ക് AC റൂം വേണം. പിന്നെ ബെഡ്ഷീറ്റ് ഹൈജീനിക് ആവണം. സന്ധ്യയായ പ്രാണി പല്ലി പാറ്റ ഒന്നും എന്റെ അടുത്ത് വരാൻ പാടില്ല. AC കുക്ക് ഞാനെവിടെ പോവാനാ? നീ വേണേ ആ കുളത്തി വല്ലതും പോയി ഉറങ്ങും, നല്ല തണുപ്പായിരിക്കും. എനിക്ക് ഈ ഉമ്മറത്തെ തിണ്ണ മതി കുറുപ്പേട്ട. അതാവുമ്പോ മീനാക്ഷിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒച്ച കേട്ട് എഴുന്നേൽക്കാലോ. പിന്നെ പത്തായത്തിന്റെ വശത്ത് കിടന്ന നല്ല കാറ്റും കിട്ടും. ഓ, അവന്റെ ഒരു അഭിനയം മതിയാണ് അഭിനയിച്ചത്. ടാസ്ക് നമ്പർ 1. ഈ 10 തെങ്ങിന് ആര് വേഗത്തിൽ തടവെടുക്കും എന്ന് നോക്കാം. ഇത് കരുത്തിന്റെ ടാസ്ക് ആണ്. വാട്ട്? ലുക്ക് അറ്റ് മൈ ഹാൻഡ്സ്. ഈ സോഫ്റ്റ് കൈവച്ച് ഞാൻ മണ്ണ് വെട്ടണമെന്നോ? എന്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്. ജോത്സരി, ഇതിന് പകരം വല്ല ഗോൾഫ് കളിച്ചാൽ മതിയോ? ടാസ്കിൽ ചോദ്യമില്ല. ഐ വിൽ കോൾ JCB. പറ്റില്ല, സ്വന്തം കൈ കൊണ്ട് ചെയ്യണം. ഓ മൈ ഗോഡ്, എനിക്ക് പറ്റുന്നില്ല. പട്ടി കിതക്കുന്ന പോയി കിതക്കുക. വെള്ളം, വെള്ളം. ദാസപ്പൻ ജയിച്ചു. 1-0. ടാസ്ക് നമ്പർ 2. ദേ, ഈ കുറിപ്പ് കഴിഞ്ഞ കുറച്ചു നേരമായി ഗൗരവത്തിലാണ്. ആര്, ഞാനോ? അടങ്ങട കുറുപ്പേ, ജീവിക്കണോ ചാവണോ? ഇങ്ങനെ ആര് ചിരിപ്പിക്കുന്നോ അവർക്ക് പോയിന്റ്. ഈസി ടാസ്ക്. അമ്മാവ, ലിസൺ ടു ദിസ് ജോക്ക്. One Saiper, one Mallu pilot, face to face in Dubai. എടാ സന്തോഷേ, നീ എന്താ ഈ കൊരങ്ങൻ ചക്കത്തില്ലെന്ന പോലെ ഇംഗ്ലീഷ് പറയുന്നേ? അമ്മാവ, മനസ്സിലായില്ലെങ്കിലും ചിരിക്കൂ, എനിക്ക് പോയിട്ട് കിട്ടട്ടെ. എന്നിട്ട് വേണം എന്നെ തെക്കോട്ടെടുക്കാൻ. ഒന്ന് മിണ്ടാതിരിയണം. കുറുപ്പേട്ട, ഇവന്റെ പണ്ടത്തെ സ്കൂളിലെ വിളിപ്പേരെന്താന്നറിയോ? പാവാട പൊക്കി. ദാസപ്പൻ വീണ്ടും ജയിച്ചു. 2-0. ടാസ്ക് നമ്പർ 3. മീനാക്ഷിയാണല്ലോ ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം. രണ്ടുപേരും മീനാക്ഷിയെ സന്തോഷിപ്പിക്കാൻ ഓരോ പാട്ട് പാടണം. ഓ, ഇതില് ഞാൻ പൊളിച്ചു. ഈ പട്ടിക്കാട്ടി കിടക്കുന്ന ഇവന് എന്ത് പാട്ടറിയാം? ഓക്കെ, എല്ലാരും കേട്ടോളൂ. മീനുക്കുട്ടി പ്ലീസ്. Baby, 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 oh, baby, 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 oh. എന്താണ് നീ ആടിനെ പോലെ ഒച്ച വെക്കുന്നേ? നിനക്ക് വല്ല അസുഖമുണ്ടോ? അമ്മ, ഇത് ഇന്റർനാഷണൽ പോപ്പാണ്. കോപ്പാണ്. നീ പാടണം. ஏதோ சொல்ல உள்ள துடிக்குதே, கிட்ட வந்தா அத மறக்குதே, கட்டி வெளத்தைய உடைச்சு கொஞ்சமாக கடிச்சு பேச்சுன கரிச்சிடுவா, 2 புருவத்தை சரிச்சு நடுவுல முறைச்சு அழகா பாத்துடுவா. ആഹാ, ഇത് നന്നായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടായി. സ്വാഭാവികം. ഇവൾക്ക് ഇവനെ ഇഷ്ടമുള്ളത് കൊണ്ട് അവൻ പാടുന്ന പാട്ടേ ഇഷ്ടപ്പെടൂ. ഇത്
പാർഷ്യാലിറ്റിയാണ്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്ക് പാട്ടെന്താന്നറിയോ? നീ ഇവിടെ പാടിയത് പാട്ടാണോ? ദാസപ്പൻ 3-0. ഓക്കെ, എല്ലാ ടാസ്കുകളും അവസാനിച്ചു. അവസാന വിധി പ്രഖ്യാപനം നാളെ നടത്തുന്നതാണ്. ഷോ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ തോറ്റെന്നാ തോന്നുന്നേ. എന്റെ മീനുകുട്ടി, ആ കിളവൻ ജോത്സ്യനെ അങ്ങ് തല്ലിക്കൊന്നാലോ? അയാളുടെ ഒടുക്കത്തെ ഒരു ടാസ്ക് തേണ്ടി. കുറുപ്പേ, കഴിഞ്ഞ 7 ദിവസം ഞാൻ ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു. സന്തോഷ് ഈ വീട്ടിൽ വന്നത് ഒരു വിനോദയാത്രക്ക് വന്നതുപോലെയാണ്. അയാൾക്ക് സ്വന്തം സുഖസൗകര്യങ്ങൾ മാത്രമായിരുന്നു വലുത്. വേറെ ആരെ പറ്റിയും അയാൾക്ക് ചിന്ത ഉണ്ടായിരുന്നില്ല. ജോത്സ്യ, ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തില്ലേ? എടോ, ഗിഫ്റ്റ് അല്ല ഒരു പെണ്ണിന് വേണ്ടത്, കരുതലാണ്. ദാസപ്പൻ 7 ദിവസവും ഈ വീടിന്റെ ഭാഗമായി മാറി. അടുക്കളയിലെ പുകയെറിഞ്ഞും പറമ്പിലെ വെയിലെറിഞ്ഞും അവൻ ഇവിടെ നിന്നു. അതിനാൽ മീനാക്ഷിയുടെ ജാതകത്തിന് ഉത്തമൻ ദാസപ്പനാണ്. ദാസപ്പനാണ് കുറുപ്പേ നിങ്ങളുടെ ആയുസിന്റെ രക്ഷകൻ. രക്ഷക, എന്റെ രക്ഷക. മോനെ, നിന്നെ മനസ്സിലാക്കാൻ അച്ഛൻ വൈകിപ്പോയടാ. മീനാക്ഷി, മീനാക്ഷി നിനക്കുള്ളതാടാ. നോ, ഐ ഹാവ് മണി, ഐ ഹാവ് കാർ, ഐ ഹാവ് ദുബായ് വിസ. സന്തോഷേ, ഒന്നും തോന്നരുത്. നീ മീനാക്ഷിയെ വിവാഹം കഴിച്ച അവൾ ദുബായിലെ AC മുറിയിലിരുന്ന് കരയും. പക്ഷെ ദാസപ്പന്റെ കൂടെ നിന്നാൽ അവൾ ഈ വെയിലത്ത് പോലും ചിരിക്കും. ഒരച്ഛൻ മകൾക്ക് നൽകേണ്ടത് കണ്ണീരല്ല, ചിരിയാണ്. ദാസപ്പൻ വെറുമൊരു തെങ്ങുകയറ്റക്കാരനല്ല. ഹീസ് ദ റിയൽ ഗാർഡിയൻ ഓഫ് മീനാക്ഷി. ദാസപ്പ, എനിക്ക് തെറ്റുപറ്റി. പണം കണ്ട് ഞാൻ അന്ധനായി പോയി. എന്റെ മോൾക്ക് നിന്നേക്കാൾ നല്ലൊരു പങ്കാളിയെ കിട്ടില്ല. ഓഹോ, അപ്പോ എല്ലാരും കൂടിയുള്ള കളിയായിരുന്നല്ലേ? ഇവിടുത്തെ ജോത്സ്യം പോലെ ലോക്കലാണ്. ഞാൻ പോകുന്നു. ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ദാസപ്പ, നീ ഇവിടെ തെങ്ങും പിടിച്ചിരുന്നോ? എനിക്ക് ഇതിലും വലിയ ആലോചന ദുബായിൽ വരും. ബുർജ് ഖലീഫയുടെ ഓണറുടെ മോളെ ഞാൻ കെട്ടും. നീ ഈ തെങ്ങിൽ തന്നെ ഇരുന്നോടാ. എടാ, ആക്രാന്തം കൂടി ആകാശത്ത് നോക്കി പോവാതെ നേരെ പൊക്കോണം. വഴിയിൽ നിറച്ച കുഴിയാ. വീണ ഈ ദുബായ് ലുക്കൊക്കെ മാറി കിള്ളിക്കുറിശി ലുക്കാവും. മീനുകുട്ടി, ഐ എം ഗോയിങ്. എനിക്ക് വേണ്ടി ദുബായ് കാത്തിരിക്കുകയാണ്. നീ ഈ തെങ്ങിന്റെയും കരിക്കിന്റെ ഇടയിൽ കിടന്ന് അവസാനം മനസ്സിലാകും എന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ വില. ദോസപ്പ, നീ ജയിച്ചെന്ന് കരുതണ്ട. ഞാൻ വിട്ടു തന്നതാ. എന്റെ കൈക്ക് പണിയുണ്ടാകാതെ വേഗം വിടുന്നതാ നിനക്ക് നല്ലത്. ആ പണ്ടാര പ്രാവ്. അത് എവിടെയായിരുന്നു? ഇതേതാ ഈ സുന്ദരി? ഹേയ്, ഹു ആർ യു? സന്തോഷ് പീറ്റി, എന്നെ മനസ്സിലായില്ലേ? 6ാം ക്ലാസ്സിൽ വെച്ച് നീ പാവാട പൊക്കി നോക്കിയ ബിന്ദു CK. ഓ മൈ ഗോഡ്, ബിന്ദു CK? അപ്പൊ നീയാണോ പ്രാവിന്റെ ചന്തയിൽ ഐ ലവ് യു എഴുതി വിട്ടത്? എനിക്ക് ഇഷ്ടമാ ഈ പാവാട പൊക്കി. എനിക്ക് പെണ്ണ് കിട്ടിയേ. എടാ ദാസപ്പ, എനിക്ക് പെണ്ണ് കിട്ടിയടാ. മോളസേ, വരുന്ന എന്റെ കൂടെ. ഡിക്കിയിലിട്ട് കൊണ്ടുപോകാൻ ഞാൻ. അയ്യോ, ഇപ്പോഴോ? ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല ചേട്ടാ. ചേട്ടൻ പോയിട്ട് വരും, ഞാൻ കാത്തിരിക്കും. ബൈ മോളൂസേ, നിന്നെ ഞാൻ ബുർജ് ഖലീഫയുടെ ഉത്തരത്തിൽ വെച്ച് കെട്ടും. ചക്കരെ പോട്ടെ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഈ കാശ് അല്ലല്ലോ നീ ഡീൽ ഉറപ്പിക്കുന്നതിന് മുന്നേ പറഞ്ഞത്. എന്റെ പൊന്ന് ജോത്സ്യരല്ലേ, ഇപ്പൊ ഇത് പിടി. ഇല്ല, ഞാൻ ഇതിപ്പോ ഇവളുടെ അച്ഛനെ വിളിച്ചറിയിക്കും. എന്റെ ജോത്സ്യരെ കടുങ്കൈ ഒന്നും ചെയ്ത് കളഞ്ഞേക്കല്ലേ. അതെ ജോത്സ്യരെ, ഞങ്ങളൊന്നും ജീവിച്ചു പൊക്കോട്ടെ. സുഖിപ്പിച്ച് രക്ഷപ്പെടാന്ന് കരുതണ്ട.
എനിക്കറിയാം ജോത്സ്യത്ത് സ്നേഹമുള്ള ആളാണെന്ന്. ഞങ്ങളൊന്ന് പ്രേമിച്ചിട്ട് വരാം. ജോത്സ്യർക്ക് പോ. അലവലാതി ദോസപ്പ